എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ കൃഷിരത്നം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്തേക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ 1G കട്ടിങ് ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ റിസൾട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും ഇതിൽ നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണേ. ഓരോ കവളിക്കൂടെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. ഇത് താഴെ മൂന്നാമത്തേൽ വരാൻ പോകുന്നു. ഇതിലൊക്കെ 3 എണ്ണം വന്നിട്ടുണ്ട്. ഇതുണ്ടോ? ഇത് എല്ലാ തക്കാളിയിലും കണ്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് രാത്രിയിൽ പുഴുക്കള്ളൻ വന്ന് പുഴുവാണോ എന്താണോ ഒന്ന് ആക്രമിക്കുന്നുണ്ട്. ഇതിൽ എല്ലാം 3-4 ശിഖരങ്ങൾ വീതം വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ 3 തട്ടാകുമ്പോൾ വീണ്ടും അതിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം 2G കട്ടിങ് ആയി. അതിന് സമയമായിട്ടില്ല, പൊങ്ങി വന്നിട്ടേ ഉള്ളൂ. ഈ റിസൾട്ട് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതെല്ലാം കരിയിലയാണ് കേട്ടോ. നടുക്കൊരു ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്. ആ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇത് കരിയിലയുടെ മുകളിൽ ശകലം മണ്ണൊന്ന് തൂളി കൊടുത്തേക്കണം, പോട്ടി മിക്സ്. അടിയിൽ മൊത്തം കരിയിലയാണ്. ഇനിയും കരിയിലയാണ് മൊത്തം ഇവിടെ വരെ ഫില്ല് ചെയ്യാൻ പോണത്. നടുക്ക് എംസാൻഡോ അല്ലെങ്കിൽ ആറ്റുമണലോ ഇട്ട് കൊടുക്കുക. അതിലാണ് വിത്ത് പാകണത്. ഓക്കെ, ഇതും അതുപോലെ തന്നെ അങ്ങനെയാണ്. ഈ കുപ്പിയുടെ മൂട് ഭാഗത്ത് നമ്മൾ തുളയിട്ട് കൊടുക്കും. കണ്ടോ, നിറയെ തുളകളിട്ടേക്കണുണ്ടോ? അടിയിലും താഴ്ഭാഗത്തായിട്ട്, മുകളിലേക്ക് തുളയ്ക്കരുത്. താഴ്ഭാഗത്ത് അടിയിൽ ഒരു 3-4 തുള, ചുറ്റും 4 തുള വീതിട്ട് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് മീൻ വെട്ടണ വേസ്റ്റോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മുകളിൽ വരെ ആക്കി കൊടുക്കാം. കരിയിലയാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് അടുക്കള വേസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അടുക്കള വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് അടുക്കള വേസ്റ്റ് ഇട്ട കൂടെ മുളച്ച് വന്നൊരു വെള്ളരിയാണ് കേട്ടോ. ഞാൻ ഊന്നിയോട് വെള്ളരി മുളച്ച് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ലാതെ വരണമുണ്ട്, നമ്മൾ നട്ടതല്ലാത്തതുകൊണ്ട്. ഇതിനിടയ്ക്ക് പുല്ലും ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. ഇതെല്ലാം മണലാട്ടോ, ഞങ്ങൾക്കൊക്കെ മണലാണ്. വേറെ ഒരു വളം പോലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. വളമൊക്കെ പുറത്തുനിന്ന് വലിച്ചെടുത്തോളൂ. ഇതൊക്കെ കമ്പോസ്റ്റാവും. കമ്പോസ്റ്റായി കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വളമെല്ലാം വലിച്ചെടുത്തോളൂ. നമുക്ക് ഇച്ചിരി ചാരം ഇട്ട് എടുക്കണം. പഴുത്തൊലി ഇട്ടിട്ടുണ്ട് ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ അങ്ങ് ദ്രവിച്ചിട്ട് അതൊക്കെ കമ്പോസ്റ്റായിട്ട് അവർ വലിച്ചെടുത്തോളൂ. ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. പിന്നെ മൈക്രോ ന്യൂട്രിയൻ നമുക്ക് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ധാരാളം ശീലങ്ങൾ വന്നിട്ട് നിറയെ തക്കാളികളുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയായിട്ട് പൊങ്ങിപ്പോയാൽ എന്ത് പ്രയോജനം? ഒറ്റ ഇതേ കിട്ടുകയുള്ളൂ. ഇത് ഓരോ ശീലത്തേക്കടെ മെന്നയിലും തക്കാളി ഉണ്ടാവും. അതിനുള്ളിൽ കൂമ്പ് ചെറുതായിട്ട്, ആ കുഞ്ഞു കൂമ്പുണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ കൂമ്പുണ്ടല്ലോ, ഈ കൂമ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ മാറ്റിയാലും മതി. ആ വന്നതനുസരിച്ച് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളേ ഇതുപോലെ ചാക്ക് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചാക്ക് വെച്ച് കവർ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് ഒഴുകി പോകരുത്. അത് നമ്മുടെ ചെടികൾക്ക് തന്നെ കിട്ടണം. പിന്നെ അതുമല്ല, നമ്മുടെ കരിയില കമ്പോസ്റ്റ് ആവണമെങ്കിൽ ഇത് വേണം, എന്താ, ഒത്തിരി കണ്ടമാനം നനഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ചാണകമെല്ലാം ഒഴുകി പോകും. നമ്മൾ ചാണകമൊക്കെ ഇട്ടേക്കുന്നത് WD-C ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നത് ഒഴുകി പോകും, താഴേക്ക് ഒഴുകി പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടുതൽ വെള്ളം വീഴുള്ളൂ. ഇത് ഞാൻ അങ്ങനെയല്ല, ഇത് നടുക്ക് മാത്രം മണലിട്ടിട്ട് സൈഡിൽ കരിയില വെച്ച് ചെയ്തേക്കണതാണ് കേട്ടോ. ഇത് പയർ, ഡിസ്പോസിബിളിൻ്റെ ഇതുണ്ടല്ലോ, പേപ്പർ ഗ്ലാസ്. പേപ്പർ ഗ്ലാസ്സിനകത്ത് മണൽ നിറച്ചിട്ട് ചെയ്തേക്കുന്നത്. അതിന് അടിഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ഇതൊക്കെ ഞാൻ നടുക്ക് മണലിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. സൈഡിൽ മൊത്തം കരിയിലയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.